Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് MKDIR, RMDIR, RM-R. മെയിൻ ആയിട്ട് ഈ കമന്റ്സ് ഇതിൽ തന്നെ സബ് ഓപ്ഷൻസ് ഉണ്ട്. MKDIR ആൻഡ് RMDIR കമന്റ്സ് ആർ യൂസ്ഡ് ടു മാനേജ് ഡയറക്ടറീസ് ഇൻ എ ഫയൽ സിസ്റ്റം. അതായത് നമ്മുടെ ഫയൽ സിസ്റ്റത്തിലെ ഡയറക്ടറീസ് മാനേജ് ചെയ്യാനാണ് MKDIR-ഉം RMDIR-ഉം യൂസ് ചെയ്യുന്നത്. MKDIR ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനും RMDIR നമുക്ക് ഫയൽ റിമൂവ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. അതിൽ RMDIR എം ടി ഫയൽസ്, അതായത് ഫയലിന്റെ അകത്തൊന്നും ഇല്ലാത്ത ഫയൽസ് അങ്ങനത്തെ ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. RM-R കൊടുത്താൽ നമുക്ക് ഫയലിന്റെ അകത്ത് കണ്ടന്റ് ഉണ്ടെങ്കിൽ കൂടി ആ ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RM-R യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ടെർമിനൽ ഓപ്പൺ ആക്കിയ നമ്മൾ ഓൾറെഡി ഹോം യൂസർ ഡയറക്ടറിയിലാണ് ഉണ്ടാവുക. ഇനി അതിന്റെ കണ്ടന്റ്സ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ LS ടൈപ്പ് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. എനിക്കൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം വിചാരിക്കുക. ഇപ്പോൾ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ MKDIR ന്യൂ ഫോൾഡറിന്റെ നെയിം ഞാൻ ടൈപ്പ് ന്യൂ ഫോൾഡർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം MKDIR കമന്റ് കൊടുക്കുക. അതിനുശേഷം എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഡയറക്ടറിയുടെ നെയിം, അതായത് ഡയറക്ടറിയുടെ നെയിം ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഡയറക്ടറി വന്നോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ LS ടൈപ്പ് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. ഇപ്പൊ കണ്ട നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ കണ്ട ന്യൂ ഫോൾഡർ വന്നിട്ട് വന്നെടുക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഡയറക്ടറി 1ഉം ഡയറക്ടറി 2 വന്നിട്ട് ഇവിടെ ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട്. ഈ ഡയറക്ടറി 3, ഡയറക്ടറി 4, ഡയറക്ടറി 5 ഒരു 3 എക്സ്ട്രാ കൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അറ്റ് എ ടൈം തന്നെ 3 ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഡയറക്ടറി 3, ഡയറക്ടറി 4, ഡയറക്ടറി 5 അങ്ങനെ 3 ഡയറക്ടറി അറ്റ് എ ടൈം ടൈപ്പ് ചെയ്യണമെങ്കിൽ MKDIR ഡയറക്ടറി 3, ഡയറക്ടറി 4, ഡയറക്ടറി 5 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി വന്നോന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ LS ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ കണ്ട ഡയറക്ടറി 1ഉം 2ഉം മാത്രം മുന്നുണ്ടാകുന്നത്. അപ്പൊ ഞാൻ അഡീഷണൽ ആയിട്ട് 3, 4, 5 ഒരു 5 ഡയറക്ടറി ഞാൻ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് റിമൂവ് ചെയ്യണം വിചാരിക്കുക. റിമൂവ് ചെയ്യണമെങ്കിൽ അതിനുള്ള കമന്റ് ആണ് റിമൂവ് ഡയറക്ടറി RMDIR ഒറ്റ ഡയറക്ടറി എനിക്ക് റിമൂവ് ചെയ്യേണ്ടിയിരിക്കുക. ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്ത ന്യൂ ഫോൾഡർ അതാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ നെയിം അടിച്ചു കൊടുക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി ഡിലീറ്റ് ആയാലും ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ LS ടൈപ്പ് ചെയ്യുക. അപ്പൊ കണ്ട ന്യൂ ഫോൾഡർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഡിലീറ്റ് ആയി. മുന്നത്തേലും ന്യൂ ഫോൾഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫയൽ 2.txt ശേഷം ന്യൂ ഫോൾഡർ ആയിരുന്നു, അപ്പൊ ഡിലീറ്റ് ആയി. അപ്പോൾ ആ ഒരു ഫോൾഡർ പോയി. ഇനി എനിക്ക് അറ്റ് ടൈമിന് ഒന്നിൽ കൂടുതൽ ഫോൾഡേഴ്സ് ഡയറക്ടറീസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ RMDIR. പക്ഷെ RMDIR വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. RMDIR വെച്ചിട്ട് നമുക്ക് എല്ലാ ഡയറക്ടറിയും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എക്സാമ്പിൾ RMDIR യൂട്യൂബ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പൊ എന്താ കിട്ടുന്നത്? ഫെയിൽ എറർ മെസ്സേജ് ആണ് കിട്ടുന്നത്. എന്താ? RMDIR ഫെയിൽ ടു റിമൂവ് യൂട്യൂബ് ഡയറക്ടറി നോട്ട് എം ടി. അതായത് യൂട്യൂബ് ഡയറക്ടറി എം ടി അല്ല, എം ടി ഡയറക്ടറി മാത്രം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. യൂട്യൂബ് ഡയറക്ടറി എം ടി അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ CD യൂട്യൂബ് ഞാൻ ഓൺ ആക്കി. അതായത് യൂട്യൂബ് ഡയറക്ടറി പോയി അതിൽ LS ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ യൂട്യൂബിന്റെ അകത്ത് വേറെ സബ് ഫോൾഡേഴ്സ് ഉണ്ട്, C++ ഉണ്ട്, C പ്രോഗ്രാം ഉണ്ട്, പൈത്തൺ ഉണ്ട്. അതുകൊണ്ട് ആ ഫോൾഡർ എം ടി അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് RMDIR വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റേണ്ടിരുന്നത്. ഇനി പ്രീവിയസ് ഉള്ള ഡയറക്ടറിക്ക് പോകാൻ CD സ്പേസ് 2 ഡോട്ട് കൊടുക്കുക. വീണ്ടും PWD ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഹോം വിനായക് PG, LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലിസ്റ്റ് കിട്ടും. ഇതിന് എനിക്ക് ഡയറക്ടറി 1ഉം 2ഉം 3ഉം 4ഉം 5 ഒക്കെ എം ടി ഡയറക്ടറീസ് ആണ്. അപ്പൊ അത് റിമൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് RMDIR യൂസ് ചെയ്യാൻ പറ്റും. RMDIR ഡയറക്ടറി 1 ഡിലീറ്റ് ചെയ്യണമെങ്കിൽ DIR1 ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഡയറക്ടറി 1 ഡിലീറ്റ് ചെയ്യണ്ടാവും. ഈ ഡയറക്ടറി 2ഉം 3ഉം 4ഉം 5 അറ്റ് ടൈം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ RMDIR ഡയറക്ടറി 2, ഡയറക്ടറി 3, ഡയറക്ടറി 4, ഡയറക്ടറി 5 ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എല്ലാം കൂടി ഡിലീറ്റ് ആവും. ഇനി ഞാൻ ജസ്റ്റ് LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്താ കിട്ടുക? എല്ലാതും ഡിലീറ്റ് ആയി. ഇനി MKDIR വെച്ചിട്ട് എനിക്ക് ഒരു 10 ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണമെന്നിരിക്കുക. 10 ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകണമെങ്കിൽ നന്നായി ടൈം എടുക്കും. അതിനാണ് നമുക്ക് ബ്രേസ് എക്സ്പെൻഷൻ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബ്രേസ് എക്സ്പെൻഷൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഡയറക്ടറിയുടെ നെയിം എന്താണോ വേണ്ടത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, DIR. അതിനുശേഷം കേളി ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം എത്ര വേണം? 1, 2 ഡോട്ട് കൊടുക്കുക. ഇനി എത്ര എണ്ണം വേണ്ടത്? 10 ആണെങ്കിൽ 10 കൊടുക്കുക. അതിനുശേഷം കേളി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി LS ടൈപ്പ് കൊടുത്താൽ 10 ഡയറക്ടറി ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഡയറക്ടറി വരും, പിന്നെ അതിൻ്റെ ഒപ്പം വരുന്ന ഓപ്ഷൻ 1, ഡയറക്ടറി 2, ഡയറക്ടറി 3, ഡയറക്ടറി 10. അതേപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ RMDIR ടൈപ്പ് ചെയ്തു. എനിക്ക് 10 ഡിലീറ്റ് ചെയ്യണ്ട, ഒരു 4 to 7, 4 to 8 അത്ര ഡിലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ RMDIR കൊടുക്കുക. RMDIR പിന്നെ ഫോൾഡറിന്റെ ഡയറക്ടറിയുടെ നെയിം കൊടുക്കുക. അതിനുശേഷം കേളി ബ്രാക്കറ്റ് 4 തൊട്ട് 8 വരെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 4 to 8 ടൈപ്പ് ചെയ്യുക.
കേളി ബ്രാക്കറ്റ് എൻ്റർ അടിക്കുക. ഇനി ls ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 4 തൊട്ട് 4 5 6 7 8 ആ ഡയറക്ടറീസ് ഒക്കെ പോയിണ്ടാവും. ഈ 1 2 9 10 3 മാത്രമല്ല. ഇനി 1 2 ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? rmdir ഡയറക്ടറി 1 ഡയറക്ടറി 2 ഇനി ഡയറക്ടറി 3 അറിയാണ്ട് ടൈപ്പ് ചെയ്തിരിക്കുക. ഡയറക്ടറി 3 അല്ല, ഡയറക്ടറി 5. ഡയറക്ടറി 5 ഓൾറെഡി നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുക. എൻ്റർ അടിച്ചു വരിക. അപ്പോൾ ഡയറക്ടറി 5 ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും. പക്ഷെ ഡയറക്ടറി 1 2 ഡിലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ls ടൈപ്പ് കൊടുത്താൽ ഡയറക്ടറി 1 2 ഡിലീറ്റ് ആയി. പക്ഷെ ഡയറക്ടറി 5 നമ്മൾ അടിച്ചത് അങ്ങനത്തെ ഡയറക്ടറി ഇല്ല എന്നുള്ള എറർ മെസ്സേജ് മാത്രമേ വരുള്ളൂ. പക്ഷെ ബാക്കി കൊടുത്തതൊക്കെ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഈ 10 3 9 മാത്രമേ ഡയറക്ടറി ഉള്ളൂ. അപ്പൊ അത് റിമൂവിങ് rmdir ഡയറക്ടറി 10 ഡയറക്ടറി 3 ഡയറക്ടറി 9 ഡയറക്ടറി 3 ഡയറക്ടറി 9 ഡയറക്ടറി ഞാൻ എക്സ്ട്രാ ഡയറക്ടറി ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഡയറക്ടറി 5. അപ്പൊ 2 ഡയറക്ടറിക്കുള്ള എറർ മെസ്സേജ് വരും. കാരണം ഡയറക്ടറി 4ഉം 5 ഇല്ല. അപ്പൊ അതിന്റെ എറർ മെസ്സേജ് വരും, അങ്ങനെ ഡയറക്ടറി ഇല്ല. അതേപോലെ mkdir വെച്ചിട്ട് ഞാനിപ്പോ ബ്രേസ് എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വിചാരിക്കുക. dir 5 എറർ ക്രിയേറ്റ് ചെയ്തു. ls ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഡയറക്ടറി 1 തൊട്ടിട്ട് 5 എററുള്ള ഡയറക്ടറി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ 5 ഡയറക്ടറിയിൽ തന്നെ എനിക്കിപ്പോ ഇവിടെ ഉള്ള ഡയറക്ടറീസ് 1 2 3 4 5 ആണ്. അതിന് പകരം ഞാൻ mkdir ഡിലീറ്റ് mkdir വെച്ചിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. വീണ്ടും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ dir 3 dir 4 dir 5 dir 6 ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരിക. ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ നമുക്ക് 3 എറർ മെസ്സേജ് വന്നു. ഡയറക്ടറി 3 ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് അതിന്റെ ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ആണ് മെസ്സേജ് വന്നു. ഡയറക്ടറി 4ഉം ഓൾറെഡി എക്സിസ്റ്റ് ആണ്, 5ഉം ഓൾറെഡി എക്സിസ്റ്റ് ആണ്. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തതിൽ ആകെ ഡയറക്ടറി 6 മാത്രമേ ഈ കമന്റ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ആയിട്ടുള്ളൂ. ഇനി ls ടൈപ്പ് ചെയ്ത് കൊടുത്ത് എന്താ കിട്ടുക? ഡയറക്ടറി 6ഉം കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ mkdir വെച്ചിട്ട് തന്നെ ബ്രേസ് എക്സ്പാൻഷൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക. dir ബ്രേസ് എക്സ്പാൻഷൻ വെച്ചിട്ട് ഞാൻ ഓൾറെഡി 1 2 3 4 5 6 ഉണ്ട്. ഞാൻ അതിന് പകരം ഓൾറെഡി ഉള്ളതിനൊന്നും ടൈപ്പ് ചെയ്തിരിക്കുക. 3 ടൈപ്പ് ചെയ്തു, അതിനുശേഷം 3 നിന്ന് 10 ടൈപ്പ് ചെയ്തു, അതിനുശേഷം കേളി ബ്രാക്കറ്റ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോഴും എറർ മെസ്സേജ് വരും. 3ഉം 4ഉം 5ഉം 6ഉം ഓൾറെഡി ഉള്ളതുകൊണ്ട് മെസ്സേജ് വരും. പക്ഷെ ബാക്കിയുള്ളത് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ls അടിച്ച് നോക്കി, ബാക്കിയുള്ളത് എത്രയാണ്? 3ഉം 4ഉം 5ഉം 6ഉം ഓൾറെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിന്റെ മെസ്സേജ് വന്നു. ഓൾറെഡി ആ ഫയൽസ് ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള ആ എക്സ്പെൻഷനിൽ ബാക്കിയുള്ള റിമൈനിങ് എത്രയാണോ ഡയറക്ടറി അത് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. മൊത്തം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ rmdir എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്? empty ഡയറക്ടറീസ് ആയതുകൊണ്ട് rmdir വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. rmdir കൊടുക്കുക, ഡയറക്ടറിയുടെ നെയിം കൊടുക്കുക, അതിനുശേഷം എല്ലാം കൂടി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 1 2 ഡോട്ട് കൊടുക്കുക, അതിനുശേഷം 10 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ls ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് റിമൂവ് ആയിരിക്കും. പക്ഷെ rmdir വെച്ചിട്ട് നമുക്ക് ഡയറക്ടറിയിലെ വല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു കണ്ടന്റ്സ് ഒരു ഡയറക്ടറി ഉണ്ട്, അതെനിക്ക് ഡിലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പറ്റില്ല, എറർ കിട്ടും. കാരണം കണ്ടന്റ്സിന്റെ അകത്ത് വേറെ സബ് ഫോൾഡേഴ്സ് ഉണ്ട്. അത് ചെക്ക് ചെയ്യണമെങ്കിൽ cd കമന്റ്സ് എടുക്കുക, കണ്ടന്റ്സ് ടൈപ്പ് ചെയ്യുക, ls ടൈപ്പ് ചെയ്യുക. കണ്ടന്റ്സിന്റെ അകത്ത് C++, C പ്രോഗ്രാം, പൈത്തൺ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് പുറകോട്ട് പോയി pwd ls കണ്ട കണ്ടന്റ്സ് ഉണ്ട്. ഈ കണ്ടന്റ്സ് കൊണ്ടുള്ള ഫോൾഡർ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. അതിനുള്ള ഓപ്ഷനാണ് rm-r പറഞ്ഞാൽ റിക്കേഴ്സീവ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് കണ്ടന്റ്സിന്റെ അകത്തുള്ള C++ പ്രോഗ്രാം, ഒരു ഫോൾഡറിന്റെ അകത്ത് വേറെ സബ് ഫോൾഡേഴ്സ്, ഫയൽസ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ rm-r യൂസ് ചെയ്യാൻ പറ്റും. rm കൊടുക്കുക, സബ് ഓപ്ഷനായ -r കൊടുക്കുക, അതിനുശേഷം കണ്ടന്റ്സ് ഫോൾഡർ നെയിം കൊടുക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി ls ടൈപ്പ് കൊടുത്താൽ കണ്ടന്റ്സ് കൊണ്ടുള്ള ഈ ഒരു ഡയറക്ടറി ഡിലീറ്റ് ആയി. അതിനാണ് rm-r കൊടുക്കുന്നത്. പക്ഷെ rm-r കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഇടയ്ക്ക് നമ്മൾ അറിയാണ്ട് ശ്രദ്ധ പോയിട്ട് അറിയാണ്ട് ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഡിലീറ്റ് ആയാൽ നമ്മൾ കംപ്ലീറ്റ് ഡിലീറ്റ് ആവും, പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു മെസ്സേജ് ചോദിക്കണം, നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഡിലീറ്റ് ചെയ്യണോ? അങ്ങനെ ചോദിക്കാൻ വേണ്ടി നമുക്ക് rm-i പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. rm-ir കൊടുത്തതിന് ശേഷം ഞാനിപ്പോ ഇതിലിപ്പോ എനിക്ക് C++ പൈത്തൺ ആ ഒരു ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് എന്ന ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. തൽക്കാലം യൂട്യൂബ് എന്ന ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ അവർ ചോദിക്കും ഡീസൻ ഇൻ ടു ഡയറക്ടറി യൂട്യൂബ് എന്ന ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണോ? യെസ് ടൈപ്പ് ചെയ്താൽ ഡിലീറ്റ് ആവും, നോ ടൈപ്പ് ചെയ്താൽ ഡിലീറ്റ് ആവില്ല. അപ്പൊ ഞാൻ നോ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. പിന്നെ ls ടൈപ്പ് കൊടുത്താൽ ഇവിടെ യൂട്യൂബ് എന്ന ഡയറക്ടറി ഉണ്ട്. യൂട്യൂബിന്റെ അകത്ത് എന്തൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ cd യൂട്യൂബ് ടൈപ്പ് ചെയ്യുക, ls ടൈപ്പ് ചെയ്യുക. അപ്പൊ C++, C പ്രോഗ്രാം, പൈത്തൺ ഇതൊക്കെ യൂട്യൂബിന്റെ അകത്തുള്ളത്.
അപ്പൊ ഈ ഫോൾഡേഴ്സ് ഒക്കെ കൂടി ഡിലീറ്റ് ആവും. അപ്പൊ അതിന് മുന്നേ ഞാൻ തൊട്ട് പുറകത്തെ ഡയറക്ടറിക്ക് പോവാൻ CD സ്പേസ് 2 ഡോട്ട് കൊടുക്കുക, LS ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എനിക്ക് യൂട്യൂബ് ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ RM -R കൊടുത്തിട്ട് പോയാൽ ശ്രദ്ധിക്കണം. -R കൊടുത്തിട്ട് യൂട്യൂബ് അടിച്ച് ഒറ്റയടിക്ക് പോകും എല്ലാം കൂടിയിട്ട്, പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് IR കൊടുത്താൽ നമുക്കൊരു ഓപ്ഷൻ കൂടി കിട്ടും, പ്രോംപ്റ്റ് മെസ്സേജ് കൂടെ. RM-R യൂട്യൂബ് ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ലിസണിംഗ് ടു ഡയറക്ടറി യൂട്യൂബ് യെസ് ടൈപ്പ് ചെയ്ത് വിചാരിക്കുക, എൻ്റർ അടിച്ചു. റിമൂവ് ഡയറക്ടറി യൂട്യൂബ് C++ പ്രോഗ്രാം, അതായത് എസ് എന്ന് അടിച്ചു കൊടുത്തപ്പോൾ C++ ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണമെന്ന് മെസ്സേജ് വന്നു. അതിന് ഞാൻ യെസ് അടിച്ചു, എൻ്റർ അടിച്ചു. C പ്രോഗ്രാം ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണോ, അത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാണെങ്കിൽ നോ അടിച്ചു, അപ്പൊ എൻ്റർ അടിച്ചു. പൈത്തൺ ഡയറക്ടറി ഡിലീറ്റ് ചെയ്യണോ, അതും നോ അടിച്ചു. അപ്പൊ എനിക്ക് ആകെ C++ മാത്രമേ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ അടിക്കും. അപ്പൊ ഓരോന്നിനും സബ് ഓപ്ഷൻസ് ചോദിക്കും, നിങ്ങൾക്ക് ഏതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നോ അടിച്ചു, എൻ്റർ അടിച്ചു. ഇനി ഞാൻ LS ടൈപ്പ് ചെയ്തു. യൂട്യൂബ് എന്ന ഫോൾഡർ ഇപ്പോഴും ഉണ്ട്, പക്ഷെ യൂട്യൂബിന്റെ അകത്ത് മുന്നേ ഏതൊക്കെ ഉണ്ടായിരുന്നു, C++, C, പൈത്തൺ. അല്ലെ ഏതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തത്, എസ് അടിച്ച് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. C++ ഡിലീറ്റ് ആയി, C പ്രോഗ്രാമും പൈത്തൺ അവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ CD യൂട്യൂബ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം LS ടൈപ്പ് ചെയ്യുക. LS ടൈപ്പ് ചെയ്യുമ്പോൾ C പ്രോഗ്രാമും പൈത്തൺ ഉണ്ട്, C++ മാത്രമേ ഡിലീറ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ പ്രോംപ്റ്റ് മെസ്സേജ് ആയിട്ട് കിട്ടണമെങ്കിൽ RM-R ടൈപ്പ് ചെയ്യുക. ഇതിന്റെ ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാൻ പേജ് എടുക്കുക, RM ടൈപ്പ് ചെയ്യുക. കണ്ടോ, RM യൂസ് ചെയ്യുന്നതിന്റെ ഓപ്ഷൻസ് ഇവിടെ കിട്ടും. റിമൂവ് ഫയൽ ഓർ ഡയറക്ടറീസ്, കണ്ടോ, അതിന്റെ തന്നെ സബ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഇതിന്റെ സബ് ഓപ്ഷൻസ് മാൻ പേജിൽ നിന്ന് പഠിക്കാവുന്നതാണ്. പിന്നെ MKDIR വെച്ചിട്ട് തന്നെ നമുക്ക് അതിലും സബ് ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ മാൻ പേജ് എടുക്കണമെങ്കിൽ മാൻ പേജ് എടുക്കുക, MKDIR എടുക്കുക, ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കിട്ടും. -M നമുക്ക് മോഡ്, അതായത് പെർമിഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഡയറക്ടറിക്കും പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പാരന്റ്സ് ചൈൽഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയും കുറെ ഓപ്ഷൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ LS ടൈപ്പ് ചെയ്യാണ്. ഇപ്പൊ LS ടൈപ്പ് ചെയ്തപ്പോ C പ്രോഗ്രാം പൈത്തൺ ഉണ്ട്. എനിക്കിപ്പോ ഞാൻ ജസ്റ്റ് പുറകോട്ട് പോകണം. തൊട്ട് പുറകത്തെ ഡയറക്ടറി വിനായക് ഡയറക്ടറിക്ക് വേണ്ടിയിട്ട് CD സ്പേസ് 2 ഡോട്ട് കൊടുത്തു. അതിനുശേഷം LS ടൈപ്പ് കൊടുത്താൽ നമുക്ക് അതിന്റെ ലിസ്റ്റ് കിട്ടും. ഇതിലിപ്പോ എനിക്കൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. എനിക്കിപ്പോ പുതിയ ഫോൾഡർ, ഇപ്പോ ആദ്യത്തെ ഒരു ഫോൾഡർ പാരന്റ്, അതായത് ഇപ്പോ ആദ്യക്കൊരു പാരന്റ്, പിന്നെ ചൈൽഡ്, പിന്നെ ഗ്രാൻഡ് ചൈൽഡ്, അങ്ങനെ സബ് ഫോൾഡേഴ്സ്. അതായത് ആദ്യക്കൊരു ഫോൾഡർ ഉണ്ടാക്കണം, അതിന്റെ അകത്ത് ചൈൽഡ് ഉണ്ടാക്കണം, അതിന്റെ അകത്ത് ഗ്രാൻഡ് ചൈൽഡ് ഉണ്ടാക്കണം. അതിനാണ് MKDIR-P1 ഓപ്ഷൻ യൂസ് ചെയ്യുക. അതായത് ഞാനിപ്പോ MKDIR-P, അതിനുശേഷം ആദ്യക്ക് പാരന്റ്, അതിനുശേഷം ചൈൽഡ്, അതിന്റെ അകത്ത് ഒരു ഫോൾഡർ ഉണ്ടാക്കണം, അതിന്റെ അകത്ത് ഗ്രാൻഡ് ചൈൽഡ്, അങ്ങനെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റർ അടിച്ചു. ഇനി LS ടൈപ്പ് കൊടുത്താൽ പാരന്റ് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവും. ഈ പാരന്റിന്റെ അകത്ത് ചൈൽഡ് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവും. ഈ ചൈൽഡിന്റെ അകത്ത് ഗ്രാൻഡ് ചൈൽഡ് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉണ്ടാവും. അത് ചെക്ക് ചെയ്യണമെങ്കിൽ CD ടൈപ്പ് ചെയ്യുക, പാരന്റ് ടൈപ്പ് ചെയ്യുക, LS ടൈപ്പ് ചെയ്താൽ ചൈൽഡ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ചൈൽഡിന്റെ അകത്തേക്ക് പോകണമെങ്കിൽ CD ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി LS ടൈപ്പ് കൊടുത്താൽ ചൈൽഡിന്റെ അകത്ത് ഗ്രാൻഡ് ചൈൽഡ് ഉണ്ട്. ഇനി ഞാൻ ജസ്റ്റ് PWD ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കണ്ട ഹോമിൽ വിനായക് PG, പാരന്റ്, ചൈൽഡ്, ഗ്രാൻഡ് ചൈൽഡ്, അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇനി തൊട്ട് വിനായക് PGയിലേക്ക് തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, LS. ഇപ്പൊ എവിടെ എടുക്കുന്നത്, ഹോമില് വിനായക് PG. അപ്പൊ എങ്ങനെ പാരന്റ്, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്ടറിയുടെ അകത്ത് വേറെ ഡയറക്ടറി, അതിന്റെ അകത്ത് വേറെ ഡയറക്ടറി, അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ അതിന് പകരം എനിക്കിപ്പോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് പ്രൊജക്ട് കൊണ്ടുള്ള ഒരു ഡയറക്ടറി ആദ്യം ക്രിയേറ്റ് ചെയ്യണം, അതിന് താഴെ 3 ഡയറക്ടറീസ് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 2 തരത്തിൽ ചെയ്യാൻ പറ്റും. MKDIR ആദ്യക്ക് പ്രൊജക്ട് കൊണ്ടുള്ളത്, അതായത് ഈ ഒരു കൺസെപ്റ്റ്, അതായത് പാരന്റ്, ചൈൽഡ്, ഗ്രാൻഡ് ചൈൽഡ്, ആദ്യക്ക് ഏറ്റവും ടോപ്പിലുള്ള ആൾ കൊടുക്കുക, പിന്നെ അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഫോൾഡർ ആരാണ് വേണ്ടത് അത് കൊടുക്കുക. നമുക്ക് ഏറ്റവും ടോപ്പിലുള്ളത് പ്രൊജക്ട് ആണ് കൊടുക്കുന്നത്, പ്രൊജക്ട് എന്ന ഫോൾഡർ. അതിന് താഴെ നമുക്ക് വേണ്ടത് ഏതൊരു ഫോൾഡർ ആണ്, ഡയറക്ടറി 1 ഡയറക്ട്, അങ്ങനെ കൊടുത്തു. ഇനി വീണ്ടും ഒരു സ്പേസ് കൊടുക്കുക. ഇനി വീണ്ടും ഇപ്പൊ റണ്ണായി, അതായത് ഇപ്പൊ ഒരു പ്രൊജക്ട് എന്ന ഫോൾഡർ ക്രിയേറ്റ് ആയി, അതിന് താഴെ ഡയറക്ടറി 1 ക്രിയേറ്റ് ആയി. ഇനി അതേപോലെ തന്നെ പ്രൊജക്ട് ക്രിയേറ്റ് ആയി, അതിൽ ഡയറക്ടറി 2 ക്രിയേറ്റ് ആയി. ഇനി പ്രൊജക്ട്, അതിൽ ഡയറക്ടറി 3 ക്രിയേറ്റ് ആവണം. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ എന്താ നമുക്ക് MKDIR project directory 1, project directory 2 cannot create directory project. ഓ, നമ്മൾ -P1 കമന്റ് അടിച്ചില്ല, അതുകൊണ്ടാണ് എറർ കിട്ടിയത്.
നമ്മൾ വെറുതെ MKDIR വെച്ച് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എറർ കിട്ടും. നമ്മൾ -p പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ ഇവിടെ നമ്മൾ -p പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്തു. അതായത് ഡീറ്റെയിൽ ആയിട്ട് ആണെങ്കിൽ മാൻ പേജ് നോക്കിയാൽ മതി. ഇനി ഞാൻ ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി എൻ്റർ അടിച്ചിട്ട് LS ടൈപ്പ് കൊടുത്താൽ നമുക്കിവിടെ പ്രൊജക്ട് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. പ്രൊജക്ട്, ആ പ്രൊജക്ടിന്റെ അകത്ത് 3 ഡയറക്ടറീസ് ഉണ്ടാവും. ഡയറക്ടറി 1, ഡയറക്ടറി 2, ഡയറക്ടറി 3. അതായത് ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. അതിന്റെ അകത്ത് ഡയറക്ടറി 1, ഡയറക്ടറി 2, ഡയറക്ടറി 3 അങ്ങനെ 3 ഫോൾഡേഴ്സ് സെപ്പറേറ്റ് ഉണ്ടാവും. അത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ CD പ്രൊജക്ട് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം LS ടൈപ്പ് കൊടുത്താൽ ആ പ്രൊജക്ടിന്റെ അകത്ത് ഡയറക്ടറി 1, ഡയറക്ടറി 2, ഡയറക്ടറി 3 അങ്ങനെ 3 ഫോൾഡേഴ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നീ ജസ്റ്റ് തൊട്ട് പുറകത്തെ ഡയറക്ടറിക്ക് പോകാൻ CD സ്പേസ് 2 ഡോട്ട് അടിക്കുക, LS ടൈപ്പ് ചെയ്തു. ഇപ്പൊ കണ്ട എനിക്കിപ്പോ ഇതിന്റെ അകത്ത് വേറെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പൊ program.c ഉണ്ട്, C പ്രോഗ്രാം പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടോ? ഇല്ല. എനിക്ക് ഇതേപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം വിചാരിക്കുക. C പ്രോഗ്രാം എന്നൊരു ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ തൊട്ട് താഴെ ബേസിക് ടോപ്പിക്, അഡ്വാൻസ്ഡ് ടോപ്പിക്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു പോർഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക അത് നോക്കി നോക്കാം. അതായത് C പ്രോഗ്രാം എന്ന ഫോൾഡർ, അതിന് തൊട്ട് താഴെ ബേസിക് ടോപ്പിക്, അഡ്വാൻസ്ഡ് ടോപ്പിക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ MKDIR യൂസ് ചെയ്യുക, -p യൂസ് ചെയ്യുക, C പ്രോഗ്രാം. അതിന്റെ അതാണ് ഏറ്റവും പാരന്റ്. C പ്രോഗ്രാമിന്റെ അകത്ത് എന്താ വേണ്ടത്? C പ്രോഗ്രാമിന്റെ അകത്താണ് ബേസിക് ടോപ്പിക്കും അഡ്വാൻസ്ഡ് ടോപ്പിക്കും വേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ C പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബേസിക് ടോപ്പിക് ചെയ്യുക, അതിനുശേഷം സ്പേസ് കൊടുക്കുക, വീണ്ടും C പ്രോഗ്രാം, വീണ്ടും അതിന്റെ അകത്ത് ആരാ വേണ്ടത്? അഡ്വാൻസ്ഡ് ടോപ്പിക്, അഡ്വാൻസ്ഡ്. ജസ്റ്റ് എൻ്റർ അടിക്കുക, LS ടൈപ്പ് കൊടുത്താൽ C പ്രോഗ്രാം എന്നിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. C പ്രോഗ്രാം ജസ്റ്റ് ടൈപ്പ് കൊടുത്താൽ അതിനെ LS ടൈപ്പ് കൊടുത്താൽ അതിൽ അഡ്വാൻസും ബേസിക് ടോപ്പിക്കും ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതന്നെ നമുക്ക് വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ ഞാൻ ആ ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യണം. RM-R C പ്രോഗ്രാം ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. LS ടൈപ്പ് ചെയ്തപ്പോൾ C പ്രോഗ്രാം ഡിലീറ്റ് ആയി. ഈ ഒരു നമ്മൾ ചെയ്തത് MKDIR-C പ്രോഗ്രാം ബേസിക് അഡ്വാൻസ്ഡ്. അതിന് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ MKDIR കൊടുക്കുക. നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ? അതായത് ഏറ്റവും ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് C പ്രോഗ്രാം. അതിന്റെ മക്കള്, അതിന് 2 മക്കളുണ്ട്, 2 ചൈൽഡ് ഉണ്ട്. അതായത് ബേസിക് ടോപ്പിക്, അഡ്വാൻസ്ഡ് ടോപ്പിക്. അപ്പൊ 2 ചൈൽഡിന്റെ പാരന്റ് ഇതാണ്. അപ്പൊ ആദ്യം നമ്മൾ ഏറ്റവും ടോപ്പ് പാരന്റ് എഴുതുക, C പ്രോഗ്രാം ഉണ്ടുള്ള ഫയല്. അതിനെന്ത് എഴുതുന്നുണ്ട്? C പ്രോഗ്രാം. അതിനുശേഷം അതിനെ സെപ്പറേറ്റ് ആക്കുക. ഇനി നമുക്ക് 2 ചൈൽഡ് അതിലുണ്ട്. അപ്പൊ ആ 2 ചൈൽഡിന്റെ നെയിം നമ്മൾ കൊടുക്കുക, ബേസിക് പിന്നെ അഡ്വാൻസ്ഡ്. കണ്ട കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് C പ്രോഗ്രാം ആണ് ഏറ്റവും ടോപ്പ് ഫോൾഡർ. അതിന് താഴെ ബേസിക്കും അഡ്വാൻസും കൊണ്ട് 2 സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്. ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ ഇവിടെ ആ കമന്റ് -p കൊടുത്തില്ല, അതുകൊണ്ട് എറർ കിട്ടി. അപ്പൊ MKDIR കൊടുത്തതിന് ശേഷം -p കൊടുക്കണം. ഇനി എൻ്റർ കൊടുത്തു, LS ടൈപ്പ് കൊടുത്താൽ C പ്രോഗ്രാം ആയിട്ടുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടാവും. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ C പ്രോഗ്രാം ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, LS ടൈപ്പ് കൊടുത്താൽ C പ്രോഗ്രാമിൽ അഡ്വാൻസ്ഡ് ബേസിക് കൊടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് MKDIR-p C പ്രോഗ്രാം ബേസിക് അഡ്വാൻസ്ഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ MKDIR-p C പ്രോഗ്രാമില് ബേസിക്, അതായത് പാരന്റില് ബേസിക്, ചൈൽഡ് വന്നിട്ട് ഒരു ബേസിക്, വീണ്ടും C പ്രോഗ്രാം അഡ്വാൻസ്ഡ്. ഈ ഒരു കമന്റിന് പകരം നമുക്ക് ചുരുക്കി എഴുതണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, MKDIR-p C പ്രോഗ്രാം ബേസിക് അഡ്വാൻസ്ഡ്. ഇനി ജസ്റ്റ് തൊട്ട് മുന്നത്തെ ഡയറക്ടറിക്ക് പോകാൻ CD സ്പേസ് 2 ഡോട്ട് കൊടുക്കുക, LS ടൈപ്പ് ചെയ്തു. എനിക്ക് C പ്രോഗ്രാം ഡിലീറ്റ് ചെയ്യണം. C പ്രോഗ്രാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ RMK റിമൂവ് ഡയറക്ടറി RMDIR ടൈപ്പ് ചെയ്ത എറർ കിട്ടും. കാരണം C പ്രോഗ്രാമിൽ കണ്ടന്റ് ഉണ്ട്, അവിടെ നമുക്ക് എറർ കിട്ടുന്ന വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ കണ്ടാ ചെക്ക് ചെയ്യണമെങ്കിൽ നോക്കാം. അപ്പൊ ഡയറക്ടറി നോട്ട് എംപ്റ്റി. RMDIR വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്ടറി എംപ്റ്റി ആയിരിക്കണം. അപ്പൊ RM-R വെച്ചിട്ട് യൂസ് ചെയ്യണം. RM-R വെച്ചിട്ട് യൂസ് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോംപ്റ്റ് മെസ്സേജ് കിട്ടണമെങ്കിൽ RM-IR യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് C പ്രോഗ്രാം കംപ്ലീറ്റ് ഡിലീറ്റ് ആക്കണം. ഇനി LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ C പ്രോഗ്രാം കംപ്ലീറ്റ് ഡിലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിന് പകരം C പ്രോഗ്രാം അതിൽ ബേസിക് ടോപ്പിക് എന്ന ഫോൾഡറിൽ ഫംഗ്ഷൻസ് മാറാം. അഡ്വാൻസ് ടോപ്പിക്കിൽ പോയിന്റർ കൺസെപ്റ്റ്, ഫയൽ ഓപ്പറേറ്റേഴ്സ്, ഇതെല്ലാം കൂടി ഒറ്റ കമന്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? C പ്രോഗ്രാമിൽ ബേസിക് ടോപ്പിക്, അതില് ഫംഗ്ഷൻസ് ഒരെണ്ണം ഇങ്ങനെ, പിന്നെ C പ്രോഗ്രാമിൽ ബേസിക് ഫംഗ്ഷൻസ്, അതിൽ അറേ. അപ്പൊ 2 എണ്ണം ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ 2 എണ്ണം എഴുതണമെങ്കിൽ എങ്ങനെ ചെയ്യുക? MKDIR-p C പ്രോഗ്രാം, അതിലാരുള്ളത്? ബേസിക്, അതിലാരുള്ളത്? അറേ കൺസെപ്റ്റ്. അപ്പൊ ഒരെണ്ണമായി. ഇനി അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. വീണ്ടും എങ്ങനെ? C പ്രോഗ്രാം
ഹൈഫൺ ബേസിക്, അതിലാരാ അറേക്ക് പകരം ഫങ്ഷൻസ്. അപ്പൊ ഈ നമുക്ക് രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ ആദ്യം സി പ്രോഗ്രാമിൽ ബേസിക്കലി അറേ പറഞ്ഞിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യേണ്ടായിരിക്കും. സി പ്രോഗ്രാം ബേസിക് ടോപ്പിക് അറേ ഒരെണ്ണം, പിന്നെ സി പ്രോഗ്രാം ബേസിക് ടോപ്പിക് ഫങ്ഷൻസ്. ഇനി ഇതേപോലെ വീണ്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ വരിക? സി പ്രോഗ്രാം അഡ്വാൻസ് ടോപ്പിക് പോയിന്റർ കൺസെപ്റ്റ് ഒരെണ്ണം അങ്ങനെ എഴുതാൻ പറ്റും. സി പ്രോഗ്രാം അഡ്വാൻസ് ടോപ്പിക് ഫയൽ ഓപ്പറേറ്റേഴ്സ് അങ്ങനെ നമുക്ക് ഒരെണ്ണം എഴുതാൻ പറ്റും. എങ്ങനെ എഴുതുക? സി പ്രോഗ്രാം അഡ്വാൻസ്ഡ് പോയിന്റർ ഇനി ഒരെണ്ണം എഴുതി കഴിഞ്ഞു. ഇനി വീണ്ടും സി പ്രോഗ്രാമിൽ ആരാളുള്ളത്? സി പ്രോഗ്രാമിൽ അഡ്വാൻസ്ഡ്, അതിലാരുള്ളത്? ഫയൽ ഓപ്പറേറ്റേഴ്സ്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇനി LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സി പ്രോഗ്രാം എന്നുള്ള ഫോൾഡർ കാണാം. സി പ്രോഗ്രാമിൽ എന്തൊക്കെ ഉള്ളത് അറിയണമെങ്കിൽ സി പ്രോഗ്രാം എന്നുള്ള ഫോൾഡർ ഓൺ ആക്കുക, ജസ്റ്റ് LS ടൈപ്പ് ചെയ്യുക. അതിൽ അഡ്വാൻസ്ഡും ബേസിക് ഉണ്ട്. അതിൽ ബേസിക്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ബേസിക് ഓപ്പൺ ആക്കുക. ബേസിക്കിൽ എന്തൊക്കെ ഉണ്ട്? അറേസും ഫംഗ്ഷൻസും ഉണ്ട്. ഞാൻ തൊട്ട് മേലേക്ക് പോകാൻ CD സ്പേസ് 2 ഡോട്ട് കൊടുത്തു. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ CD ഫംഗ്ഷൻസ് ഓൺ ആക്കുക. ഫംഗ്ഷൻ നമുക്ക് ഏതാ ഓൺ ആക്കിയത്? ബേസിക്. LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഏതാണുള്ളത്? ഇനി അഡ്വാൻസ്ഡ് ഉണ്ട്. അപ്പൊ CD അഡ്വാൻസിലേക്ക് പോവാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, LS ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ എന്താണുള്ളത്? സി പ്രോഗ്രാമില് അഡ്വാൻസിൽ ഫയല് പോയിന്റർ കൺസെപ്റ്റ് യൂസ് ചെയ്തു. ഇനി ഇതേ സാധനം നമുക്ക് ഒന്നുകൂടി സിംപ്ലസ്റ്റ് വേയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനാദ്യം ഞാൻ തൊട്ട് പുറകേക്ക് പോവാ, LS ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സി പ്രോഗ്രാം PWD ടൈപ്പ് ചെയ്ത് കൊടുത്തു. PWD കൊടുത്തപ്പോൾ ഹോം വിനായക് PG. LS ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഏതാണുള്ളത്? സി പ്രോഗ്രാം ക്ലാസ് വർക്ക്. അതിൽ സി പ്രോഗ്രാം എന്നുള്ള ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യണം. അതിന് RM-R സി പ്രോഗ്രാം ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു, എൻ്റർ അടിച്ചു. LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇപ്പൊ സി പ്രോഗ്രാം ഡിലീറ്റ് ആയി. എനിക്ക് സി പ്രോഗ്രാമിൽ ഇതേപോലെ ഇപ്പൊ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇതിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു പറഞ്ഞാൽ സി പ്രോഗ്രാമോ അതിൽ ബേസിക് ടോപ്പിക്കിലാണ് ഫംഗ്ഷനും അറിയാം. അതേപോലെ സി പ്രോഗ്രാം അഡ്വാൻസ്ഡ് ടോപ്പിക് അതിലാണ് പോയിന്റർ കൺസെപ്റ്റും ഫയൽ ഓപ്പറേറ്റേഴ്സും. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ എഴുതാൻ പറ്റും. MKDIR-P കൊടുക്കുക, ആദ്യം സി പ്രോഗ്രാം എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. സി പ്രോഗ്രാമിൽ ആരുള്ളത്? ബേസിക്. അപ്പൊ സി പ്രോഗ്രാമിൽ ബേസിക് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത്, ബേസിക് എന്ന ഫോൾഡറിൽ എത്ര ഉണ്ട്? 2 ഫോൾഡേഴ്സ് ഉണ്ട്. അതായത് സി പ്രോഗ്രാമിൽ ബേസിക്കിൽ 2 ഉണ്ട്, ഫംഗ്ഷൻസും അറേസും. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ഫംഗ്ഷൻസ് അറേസ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും സി പ്രോഗ്രാംസ്, അതിനുശേഷം വീണ്ടും ബേസിക്കിന് പകരം അഡ്വാൻസ്ഡ്, അതിനുശേഷം വീണ്ടും അഡ്വാൻസിന്റെ അകത്ത് ഏതൊക്കെ ഉള്ളത്? പോയിന്റർ, പിന്നെ ഫയൽ ടോപ്പിക്. ജസ്റ്റ് എൻ്റർ അടിച്ച LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സി പ്രോഗ്രാംസ് കൊണ്ടുള്ള സി പ്രോഗ്രാം കൊണ്ടുള്ള പുറത്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെല്ലിംഗ് തെറ്റാട്ടാ. MKDIR-P ഇവിടെ സി പ്രോഗ്രാമും കൊടുത്തു, ഇവിടെ സി പ്രോഗ്രാംസും കൊടുത്തു. അപ്പൊ 2 ക്രിയേറ്റ് ചെയ്തിരിക്കും. അതായത് സി പ്രോഗ്രാമില് ബേസിക്കും അതിന്റെ അകത്ത് ഫംഗ്ഷൻസും അറേസും ക്രിയേറ്റ് ആയി. സി പ്രോഗ്രാമില് അഡ്വാൻസ്ഡും പോയിന്റർ ഇതും ക്രിയേറ്റ് ആയി. ശരിക്കും നമുക്ക് ഇങ്ങനെ എല്ലായിരുന്നു വേണ്ടി വന്നു. അപ്പൊ അതിന് ജസ്റ്റ് RM-R ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സി പ്രോഗ്രാം ഡിലീറ്റ് ചെയ്യുക, അതേപോലെ സി പ്രോഗ്രാംസും ഡിലീറ്റ് ചെയ്യുക. RM-R കൊടുക്കണം കേട്ടോ. RM-R കൊടുക്കേണ്ടത്. അപ്പൊ അത് രണ്ടും ഡിലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഞാൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മേലത്തെ കമന്റ്സ് ഇല്ലേ, അതിൽ ഇവിടെ സി പ്രോഗ്രാം ടൈപ്പ് ചെയ്തു, ഇവിടെ സി പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്തു. അവിടെ മാത്രമേ സ്പെല്ലിംഗ് തെറ്റുള്ളൂ. അപ്പൊ ഈ ഒരു S മാറ്റിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇനി LS ടൈപ്പ് ചെയ്യുക. LS ടൈപ്പ് കൊടുത്താൽ സി പ്രോഗ്രാം കൊണ്ടുള്ള ഫോട്ടോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. MKDIR-P സി പ്രോഗ്രാം. അതിൽ ബേസിക്കില് ഫംഗ്ഷനും അറേസും, അതേപോലെ സി പ്രോഗ്രാം. അതായത് പാരന്റ് അതിന്റെ ചൈൽഡ്, ആ ചൈൽഡിന് 2 മക്കളും. ഇവിടെ പാരന്റ് അതിന്റെ ചൈൽഡിന് 2 മക്കളും. അതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് -P കൊണ്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് MKDIR-ഉം RMDIR-ഉം -R-ഉം പഠിക്കാനുള്ളത്.